നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നാം ചില ടെക്നിക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ വിഷ്വലൈസേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ചെയ്തുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്നിക്കുകളൊക്കെ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് വിഷ്വലൈസേഷൻ കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല, എങ്ങനെയാണ് അതിന് പരിശീലിക്കാൻ കഴിയുക എന്ന്. അദ്ദേഹത്തിനോട് ഒരു ചെറിയ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് അതിന് ഫലവത്തായി എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനും നല്ല കോൺഫിഡൻസ് ലഭിക്കുന്നതിനും എല്ലാ സമയത്തും മോട്ടിവേറ്റഡ് ആയി നിൽക്കാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാനും ഒക്കെ സഹായമാകുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ടൂളാണ് വിഷ്വലൈസേഷൻ എന്നത്. ഇത് ഒരു പക്ഷേ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗോൾ എന്താണോ അത് സക്സസ് ചെയ്തതായി നാം മനസ്സിൽ കാണുകയും അത് സക്സസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ നാം അനുഭവിക്കുന്നതായി നാം വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുമെന്നതിൽ നിരവധി ആളുകളുടെ അനുഭവ പാഠങ്ങളുണ്ട്. അതടിസ്ഥാനത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും. വിഷ്വലൈസേഷൻ ചെയ്യേണ്ട രീതി എന്നത് മറ്റു ശല്യപ്പെടുത്തലുകളൊന്നുമില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും ആ സ്ഥലത്ത് വളരെ സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം വിഷ്വലൈസ് ചെയ്യുകയാണ് എങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ഗോളിനെ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ ചില ആളുകൾക്ക് നമ്മുടെ കാര്യങ്ങളെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ എഫക്റ്റീവായ ഒരു ചെറിയ ടെക്നിക്കാണ് നാം പറയുന്നത്. നാം വളരെ സൈലന്റ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, മറ്റു തടസ്സങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, ശല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയും ഈ കൈയിലേക്ക് അങ്ങനെ കുറച്ചു സമയം നോക്കി നിൽക്കുകയും പിന്നീട് നാം കണ്ണടച്ചുകൊണ്ട് നാം നോക്കി നിന്ന ഈ കൈയിന്റെ പൂർണ്ണ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അതിന് നമ്മുടെ മനസ്സിൽ അങ്ങനെ നമ്മുടെ കൈയിനെ കാണുകയും ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും നാം കണ്ണു തുറക്കുകയും വീണ്ടും നമ്മുടെ കൈകളിലേക്ക് അങ്ങനെ നോക്കുകയും നമ്മുടെ കൈയിലെ കൈരേഖകളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയും പിന്നീട് നാം കണ്ണടക്കുകയും അങ്ങനെ കണ്ണടച്ചുകൊണ്ട് നാം ആ കൈയിനെയും ആ കൈപ്പത്തിയെയും ആ കൈപ്പത്തിക്കകത്തുള്ള കൈരേഖകളെയും അങ്ങനെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും നാം കണ്ണു തുറക്കുകയും നമ്മുടെ കൈവെള്ളയിലേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള സൂക്ഷ്മമായി നമ്മുടെ കൈരേഖകളിലേക്ക് നോക്കുകയും ആ കൈരേഖയുടെ ഓരോ വരകളെയും നമ്മുടെ മനസ്സിലേക്ക് പകർത്തുകയും പിന്നീട് നാം കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കൈപ്പത്തിയെയും നമ്മുടെ കൈരേഖകളെയും ഒക്കെ നാം മനസ്സിലങ്ങനെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. നേരെ വന്ന് ആദ്യം തന്നെ നമ്മുടെ ഗോളിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ അത് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം കൈവെള്ളയിലേക്ക് നോക്കുകയും കണ്ണടച്ചുകൊണ്ട് ആ കൈവെള്ളയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും വീണ്ടും കണ്ണു തുറന്നുകൊണ്ട് ആ കൈവെള്ളയിലെ മുഴുവൻ രേഖകളെയും ഒന്ന് പരിശോധിക്കുകയും വീണ്ടും കണ്ണടക്കുകയും ആ കൈവെള്ളയെയും ആ കൈരേഖകളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുകയും വീണ്ടും നാം കണ്ണു തുറന്നുകൊണ്ട് വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മുടെ ആ കൈരേഖകളെ നാം പരിശോധിക്കുകയും വീണ്ടും കണ്ണടക്കുകയും ആ വിശദമായ കൈരേഖയെ നമ്മുടെ മനസ്സിൽ തെളിയിക്കുകയും ചെയ്ത്
അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ, ഈ എക്സസൈസ് നടത്തിയാൽ നമുക്ക് സ്വാഭാവികമായും വിഷ്വലൈസേഷൻ ടെക്നിക്ക് നമുക്ക് എഫക്റ്റീവായി കൊണ്ട് നടത്താൻ സാധിക്കും. ഈ കാര്യമാണ് നമ്മൾ ആ സുഹൃത്തിനോട് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പരീക്ഷിക്കുകയും അങ്ങനെ പരിശീലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മെസ്സേജ് വന്നത്, വളരെ ഭംഗിയായിക്കൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഗോളിനെയും എൻ്റെ ലക്ഷ്യത്തെയും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്ന്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ വിവരം, ഈ ടെക്നിക്ക് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകിയാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും, പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് നാം നേടിയെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.